വെൽക്കം ബാക്ക്. ഞാനിന്ന് നിൽക്കുന്നത് നെടുമങ്ങാട് ടൗൺ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ്. അപ്പൊ നിങ്ങൾക്കൊരു തോന്നും എന്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. റംസാൻ പ്രമാണിച്ച് 50 കിലോ അരിയുടെ നോമ്പ് കഞ്ഞി അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കഞ്ഞി വയ്ക്കുന്ന എവിടെയാണ്? അപ്പൊ അങ്ങോട്ട് പോവല്ലേ? സലിവാക, നിങ്ങളാണ് കഞ്ഞി വയ്ക്കുന്നത് ഇവിടെ? സുഖം തന്നെ. അപ്പോഴേ ഇത് ഇത്ര വലിയ പാത്രത്തിൽ എത്ര കിലോ നമ്മൾ വെക്കണം? 50 കിലോ. അപ്പൊ നെടുമങ്ങാട് പള്ളിയിൽ 50 കിലോ കഞ്ഞിയുടെ റെസിപ്പിയാണ് നമ്മൾ സലീമാക്ക പറയാൻ പോകുന്നത്. സലീമാക്കയെ പറ്റി പറയുകയാണെങ്കിൽ നെടുമങ്ങാട് ഒരുതപ്പെട്ട എല്ലാ നേർച്ച വീടുകളിലും എല്ലാ സ്ഥലത്തും കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി എല്ലാം വെക്കുന്ന ഒരാളാണ് അല്ലേ? ഇവിടെ എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പള്ളിയിൽ? 4-5 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. 4-5 വർഷമായിട്ട് നമ്മളെ പള്ളിയിൽ കഞ്ഞി വയ്ക്കുന്നത്. അപ്പം സലീമാക്കാരുടെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളെ ഈ കഞ്ഞി ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് കഞ്ഞിയാണ്. ഇപ്പം ട്രിവാൻഡ്രത്തൊരു ടൈപ്പ്, കോഴിക്കോട് ടൈപ്പ്, കണ്ണൂർ ടൈപ്പ്, തൃശ്ശൂർ ടൈപ്പ്, എല്ലാ സ്ഥലത്തും ഓരോ ടൈപ്പാണ്. നമ്മൾ ഇവിടുത്തെ ടൈപ്പിൽ നിങ്ങൾ സംഭവം ചെയ്യണതിൽ നമ്മൾ കഞ്ഞി എന്ന് പറയുമ്പോൾ നോമ്പ് കുടിക്കണം, നമ്മളൊന്നും കഴിക്കാനിരിക്കുന്നത്, ഉപ്പല് പോലും ഇറക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞി കുടിക്കണം, ഫസ്റ്റിൽ കുടിക്കുന്ന സാധനം കഞ്ഞിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചേർക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന്, അതായത് ഗ്യാസ് ഒന്നും വരാതെയും അവർ ആ വൈകുന്നേരം 10 നിലനിർത്തുന്ന അതിലാണ്. അപ്പോൾ ആ കഞ്ഞിയുടെ റെസിപ്പിയിൽ നിങ്ങൾ ഫസ്റ്റിൽ ചേർക്കുന്ന സാധനം എന്താണ്? ഉലുവ ചേർക്കും, 3 കിലോ തക്കാളി, മല്ലിയില, രമ്പയില, പുതിന, ഉപ്പ്, സവാള, ക്യാരറ്റ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാരി, ഇതെല്ലാം ചേർക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവങ്ങളുണ്ട്. ഏലക്ക, ഗ്രാമ്പ്, പട്ട, തക്കോലം, പെരിഞ്ചീരകം, കുരുമുളക്, മല്ലിപ്പൊടി, ചുക്കുപൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ നെയ്യ് ചേർക്കും? നെയ്യില്ല. വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. വെള്ളം ഇത്ര ഇട്ടൊക്കെയാണ്. അതിന് കണക്കായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് വെള്ളത്തിട്ട് വേവിക്കും. അപ്പൊ അതിലോട്ട് പോവാം. അപ്പൊ ഉലുവയുടെയാണ് ഇന്ന് സലീമാക്കാരെ കയ്യാൾ ഞാൻ ആയിരിക്കും, കുഴപ്പമില്ലല്ലോ. 2 കാർ ഉപ്പാണ്, മല്ലി, പുതിന, രമ്പ, കരിയേപ്പില പേരെന്ന് കാക്ക പറയണത്. അപ്പൊ ഇത് നമ്മൾ ഇടയാണ്. അപ്പൊ ക്യാരറ്റും തക്കാളിയാണ് എന്താ ഇടുന്നത്. അപ്പം തൊണ്ടമുളക് ഇവിടെയാണ്. ഇവിടെ തൊണ്ടമുളക് എന്ന് പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് അറിഞ്ഞൂടാ. പിന്നെ സവാള എത്ര എത്ര കിലോ? 3 കിലോ സവാള. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 50 കിലോ അരിക്കുള്ള സാധനം ഇട്ട് കഴിഞ്ഞു. ഇനി ഉപ്പിട്ട് നല്ലപോലെ ഇളവണം, ഇളവി പിടിച്ച് വരണം, എന്നിട്ട് തിളയ്ക്കണം അല്ലേ? തിളച്ചതിന് ശേഷം അരി ഇടും. നമ്മൾ അരിയിട്ട് വെന്തതിന് ശേഷമാണ് കൂട്ടിടുന്നത്. അപ്പൊ അരിയിട്ട് എത്ര സമയം എടുക്കും വേവാൻ? 3 മണിക്കൂർ. അരിയിട്ട് 3 മണിക്കൂർ എടുക്കും. അരിയിട്ട് 3 മണിക്കൂർ എടുത്തതിന് ശേഷം ഇത് വെന്തതിന് ശേഷമാണ് അടുത്ത കൂട്ട്. ആ കൂട്ടിലാണ് നമ്മളെല്ലാം ചേർക്കുന്നത്. അത് തേങ്ങ വെച്ചുള്ള കൂട്ടാണ്. എത്ര തേങ്ങ ചേർക്കും? 25 തേങ്ങ. അപ്പൊ ഈ തീരുമ്പോ 5 മണിയാവും. 1 മണിക്കൂർ. 1 മണിക്കൂർ. ആ സമയത്ത് നമുക്ക് മസാലയൊക്കെ അടിക്കാം. ഇത് വെക്കണ ഗ്യാസിലൊന്നുമില്ല. ഇത് നല്ല അടിപൊളി ഇതുപോലെ വിറവിട്ട് റെഡിയാക്കി വെച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഓക്കെ. അപ്പോഴേ കാക്ക ഇത് 25 തേങ്ങ, ഇളത് ചെറിയ തേങ്ങ, 25 ഇളത് തേങ്ങ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചുക്ക്, ഗ്രാമ്പു, പട്ട, ഏല എല്ലാം അടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. ഇപ്പം നമുക്ക് വേറെ സംഭവം, ഇത് ഇട്ടേക്കുന്ന സാധനങ്ങൾ തിളച്ച് നല്ല വെള്ളം തിളച്ചതിന് ശേഷം മാത്രമല്ല അരി ഇടും. അപ്പം നമുക്ക് അരി കഴിവണം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഏത് അരിയാണ്, അത് എത്ര കിലോ ആണ്, എങ്ങനെയാണ്, എത്ര വെള്ളം കഴിവും അല്ലേ? എത്ര വെള്ളം കഴിവും? 3 വെള്ളം. ഇതിപ്പോൾ ഏത് അരിയാണ് ഇത് ഉപയോഗിക്കുന്നത്? സിയോ പച്ചരി. എത്ര വെള്ളം കഴിവും? 3 വെള്ളം. അപ്പം 3 വെള്ളം കഴുകിക്കൊണ്ടിരിക്കുകയാണ് സിയോ പച്ചരി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ അടിച്ചാണ് മിക്സിയിൽ. ഇതിലിപ്പം നമ്മൾ ഇട്ടേക്കുന്നത് ഈ ചതപ്പ് ഐറ്റംസ്, പിന്നെ അതുപോലെ പച്ചല ഐറ്റംസ്, ഈ ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ഇട്ട്. നിങ്ങൾ മഞ്ഞപ്പൊടി പെടുന്നത്? മഞ്ഞപ്പൊടി, തേങ്ങ മസാല കൂട്ട് എല്ലാം കൂടി ചേർത്ത്, മസാലും തേങ്ങ അരപ്പും എല്ലാം കൂടി ചേർത്ത് മഞ്ഞപ്പൊടി എല്ലാം കൂടി 25 തേങ്ങ അരയ്ക്കും. അതിൽ ഈ പറയുന്ന മസാലകൾ ഓരോന്നായിട്ട് ഇതിൽ അരച്ച് മിക്സിയിൽ അടിച്ചിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ. അപ്പം അത് നമ്മൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 കിലോ സിയ പച്ചരി നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഊറ്റി അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അത് ഇട്ടതിന് ശേഷം അത് വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള മസാല. ഓക്കെ. അപ്പം ഇത് ഞാൻ അടച്ചിടാം അല്ലേ? തിളച്ച് വാടേ ഇതാ കണ്ട, ഇത് തിളച്ച് പൊങ്ങി കഴിഞ്ഞാൽ മണം കണ്ട, പൊങ്ങി വെളിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മസാല വെളിയിൽ പോകും അല്ലേ? അപ്പൊ അരിയുടെയാണ് കയ്യാളാണ്, കാക്കാരെ കയ്യാളാണ്. വേറെ എന്താ കാക്കണ? എൻ്റെ പേര് നസീർ. ഓക്കെ.
അതാ ഇനി ഈ അരി നമ്മളെ ഇട്ട് അടച്ചതിന് ശേഷം നമുക്ക് എത്ര സമയം എടുക്കും? ഒരു എത്ര മണിക്കൂർ എടുക്കും? 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ മറ്റേ സാധനം ചേർക്കുള്ളൂ, അരപ്പ് ചേർക്കുള്ളൂ. നമ്മൾ ഈ തേങ്ങയുടെ പാല് സാധാരണ നമ്മൾ പായസത്തിലും അല്ലാതെ മറ്റേ കഞ്ഞിയിലും മറ്റേ എല്ലാ സാധനത്തിലും പാലാണ് ഒഴിക്കുന്നത് വീട്ടിലൊക്കെ. നിങ്ങളിപ്പം ഞാനിവിടെ വന്നപ്പോൾ കാണുന്നത് വെച്ചാൽ തേങ്ങ പാല് കൊത്തോട് കൂട്ടി ഇടുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്ര 50 കിലോ കഞ്ഞിക്കകത്ത് ഇതെല്ലാം അവിടെ കിടന്ന് വരുമ്പോൾ നല്ല പരുവാകുമ്പോഴും നല്ല വെന്ത് വരുമ്പോൾ കാണാനില്ല അല്ലേ? കാണില്ല. അപ്പൊ ആ ഒരു സെറ്റപ്പിലായിരിക്കും അങ്ങനെ ചെയ്യണത്. എത്ര ഗ്രാമാണ്? 500 ഗ്രാം. പട്ട 100 ഗ്രാം. അടുത്ത ഗ്രാമ്പ് 100 ഗ്രാം. അടുത്ത തക്കോലം അത് 100 ഗ്രാം. പെരുംജീരകം 500 ഗ്രാം. മഞ്ഞപ്പൊടി. നമ്മളെ ഇത്ര സാധനം ചേർത്ത് ഇതാണ് മെയിൻ സാധനങ്ങൾ. ഇനി ഇത് മിക്സ് ചെയ്യുമോ? മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കും. അപ്പം അത് തിളച്ചോണ്ടിരിക്കുകയല്ലേ? അരി വെന്ത് പാകമായതിനു ശേഷം അപ്പം നിങ്ങൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യാൻ വേണ്ടി കൈ ഇടണം അല്ലേ? കൈയിട്ട് തന്നെ കഴിയണം മിക്സ് ചെയ്യണം, അല്ല തവി ഇട്ടിട്ട് കാര്യമല്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. നല്ല മിക്സ് ആവണം. നിങ്ങളെല്ലാം മിക്സ് എല്ലാം ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് നോമ്പ്, ഇവിടെ എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ അറിയാൻ പറ്റും? ഇതിൻ്റെ നോമ്പിൽ നമ്മൾ ഇത് ഉപ്പ് കറക്റ്റാണ്, ഉപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ലല്ലോ. അതൊരു നിശ്ചയമാണ്, ഒരു കണക്കാണ്. ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ എല്ലാവരും കൈ കണക്കാണ്. അത് നമ്മളിപ്പോൾ ഏത് ഫുഡ് വെച്ചാലും ഒരു കൈ കണക്കിനാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു കൈ കണക്കുണ്ട്, കൂടിപ്പോകാനില്ല കുറയാൻ പാടില്ല. അരപ്പ് റെഡിയായിട്ട് കഞ്ഞി റെഡിയായി. അരപ്പ് ഒഴിക്കുകയാണ്. അരപ്പൊഴിച്ച് അടുത്ത് ഇളക്കുന്നു. ഇളക്കി നമ്മൾ അടയ്ക്കുമല്ലോ. അടയ്ക്കും. മൊത്തം അടയ്ക്കില്ല, മൊത്തം അടച്ചാൽ തിളച്ച് പൊങ്ങും. ഒരു കഞ്ഞി ദമ്മിലിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി തീ വേണ്ട. തീ അണച്ചാലേ കണല് നീക്കാൻ പറ്റൂ. ബിരിയാണിയെ പോലെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പം തീ എപ്പോഴെപ്പോഴായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ ഈ കഞ്ഞിയുടെ പ്രത്യേക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചാൽ മതി, ടേസ്റ്റേ മാറും. പിന്നെ കരിഞ്ഞ ചെവയായിരിക്കും. കഞ്ഞി എപ്പോഴും തീയിൽ ദമ്മിലാണ് വേവാനുള്ളത്. അപ്പോൾ കഞ്ഞിക്ക് താളിക്കുകയാണ്. നമ്മൾ ഇതുവരെയും കഞ്ഞിയിൽ എണ്ണ ഒഴിച്ചിട്ടില്ല, നെയ്യ് ഒഴിച്ചിട്ടില്ല, വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ താളിച്ച സാധനം ഒഴിക്കുന്നല്ലേ? നമ്മൾ സാധാരണ കടുവ കളിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള എവിടെയാണ്? പയറിൻ്റെ മെയിൻ സാധനമാണ്. കളറിന് വേണ്ടി അല്ലേ? നമ്മൾ സാധനം കഞ്ഞിയുടെ മുകളിൽ ഒഴിക്കും. അപ്പോൾ കഞ്ഞിയുടെ ഫൈനൽ ടച്ചാണ്. ഒഴുകി 50 കിലോ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. 100 കിലോ ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇനി കുറച്ച് ആൾക്കാർ വന്ന് ഇനി കോരി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ കഴിക്കാൻ ഉള്ളവർക്ക് നമ്മളിവിടെ സർവ് ചെയ്യണമായിരിക്കും. അപ്പം ആ പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടെ, ബാക്കി അതിലോട്ട് പോകാം. അപ്പോൾ കഞ്ഞികൾ കോരി കൊടുക്കണമല്ലോ എല്ലാവർക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നെടുമങ്ങാട് നോൺ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന സൽക്കാരങ്ങളൊരു ഭാഗമാണ് ഇവിടെ നോമ്പ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. എല്ലാവർക്കും പള്ളിയുടെ മുകളിൽ വിശാലമായി ഇരുന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് തസ്ബീഹ് തഹ്ലീലൊക്കെ ചൊല്ലി 20 മിനിറ്റോളം ദുആയിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടിക്കൊണ്ട് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ പള്ളിയുടെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പണ്ട് മുതലേ തന്നെ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വൈകുന്നേരം നോമ്പ് കഞ്ഞി വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അത് നാട്ടിലെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ടവരും വന്ന് വാങ്ങിക്കൊണ്ടു പോകും. 5 മണി മുതൽ വിതരണം ചെയ്യുമ്പോൾ ഏകദേശം 50 കിലോ അരിയുടെ കഞ്ഞിയാണ് ഒരു ദിവസം ഇവിടെ വിതരണം ചെയ്യുന്നത്. ഔഷധക്കഞ്ഞിയാണ്, ഒരുപാട് മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിയാണ് അവിടെ വിതരണം ചെയ്യുന്നത്. റമദാൻ പ്രമാണിച്ച് ഞങ്ങളിവിടെ ജാതി മത ഭേദമന്യേ പുറത്തേക്ക് ഈ കഞ്ഞി വളരെ ഭംഗിയായിട്ട് അവർ വളരെ ഭവ്യതയോടുകൂടി ഇവിടുന്ന് പുറത്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ഞങ്ങളെ ഇവിടെ ഇഫ്താറും ബാക്കി കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. ഇത് ഒരു നെടുമങ്ങാട് ടൗൺ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗങ്ങളുള്ള ഒരു ജമാഅത്താണ്. പക്ഷേ ആർക്കും പരാതികളില്ലാതെ
നല്ല രീതിയിൽ വളരെ ഭംഗിയോടുകൂടി കാര്യങ്ങൾ നടത്തി വരാറുണ്ട്. ഈ മഹലിൽ 8 ദക്കാവും 3 ജുമാ പള്ളികൾ നമസ്കാര പള്ളികളുമുണ്ട്. 3500ഓളം കുടുംബങ്ങൾ തന്നെ വസിച്ചു വരുന്ന വലിയൊരു ജമാഅത്താണ്. നാളിതുവരെയായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നിലയിൽ പരിപാലിച്ച് പോരുന്നുണ്ട്. അതുപോലെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്, ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ജമാഅത്താണ്. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും നമ്മൾ നിസ്കരിക്കാൻ പറ്റുന്നവർക്കും നോമ്പുകളായിട്ട് വരുന്നവർക്കും എല്ലാ സൗകര്യങ്ങളും നമ്മൾ നല്ല നിലയിൽ അകമഴിഞ്ഞ നിലയിൽ സഹായിച്ചു വരുന്നു. ഒട്ടനവധി പേർക്ക് നാനാ തുറയിലുള്ള ജനങ്ങൾക്ക് കഞ്ഞികൾ എത്തിച്ചു കൊടുക്കുന്നതിലും വീടുകളിൽ എത്തിക്കുന്നതിലും ഇവിടെ ഇഫ്താർ പരിപാടി നടത്തുന്നതിലും വിരുന്ന് നടത്തുന്നതിലും ഏറെക്കുറെ നല്ല രീതിയിലുള്ള വിജയകരമായ പ്രവർത്തനമാണ് ഇവിടെ ഈ ടൗൺ മുസ്ലിം ജമാഅത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും സുതാര്യമായിട്ടുള്ള രീതിയിലുള്ളതാണ്. ഇഫ്താറുമായിട്ട് ബന്ധപ്പെട്ടും നോമ്പുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് തന്നെ ഒരു 10ഓളം പള്ളികൾ നമുക്ക് നമ്മുടെ ജമാഅത്തിൻ്റെ കീഴിലുണ്ട്. അതിൽ തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ ഇഫ്താറുകളും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിലും ജമാഅത്ത് അംഗങ്ങളെന്നുള്ള രീതിയിലും വളരെ ഒരു സഹായമാണ് നമുക്ക് കിട്ടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് അനവധി ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം നമ്മളോട് സഹകരിക്കുന്നു. ഇതൊരു നാടിൻ്റെ തന്നെ ഒരു വലിയ ഒരു ആഘോഷമാക്കി തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇത്രയും കാലം. ഈ കാണുന്ന ഒരുക്കങ്ങളെല്ലാം നോമ്പ് മുറിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വന്നിരുന്ന് കഴിക്കാനുള്ളതാണ്. ആ സമയത്ത് ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിയും അവിടെ ഏകദേശം ആ സമയത്ത് എല്ലാ സ്ഥലത്തും റെഡിയായിരിക്കും. ആ സമയത്ത് എല്ലാവരും ഇവിടെ നിന്ന് നോമ്പ് മുറിച്ച് നിസ്കരിച്ചതിന് ശേഷം കഞ്ഞി കുടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ആ സമയത്ത് അവിടെ പോയി കാണാം. അപ്പം നോമ്പ് കഞ്ഞി 50 രാവിലെ വെച്ചു. ആ സാധനം തന്നെ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും ഇരുന്ന്. നോമ്പ് മുറിച്ച് സുഭിക്ഷമായിട്ട് ഇത് കഴിച്ച് വയറ് നിറഞ്ഞ് ഓക്കെ. ഇനി അടുത്ത ഒരു നോമ്പിൻ്റെ സ്പെഷ്യൽ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.